ഇതല്ല നമ്മുടെ വീട്. ഇവിടെ നമ്മൾ വിരുന്നുകാർ മാത്രമാണ്. വിരുന്ന് വന്നവർക്ക് അധികം നാൾ ഇവിടെ താമസിക്കാൻ അവകാശമില്ല. നീ വേഗം റെഡിയാക, നമുക്ക് പോകാം. ഞാൻ വരില്ല മുത്തശ്ശി. ഗംഗേ, നീ എന്താ എന്നെ ധിക്കരിക്കാൻ തീരുമാനിച്ചോ? മുത്തശ്ശിയെ ധിക്കരിക്കാതിരിക്കാൻ വേണ്ടി മാത്രം താല്പര്യമില്ലാഞ്ഞിട്ടും പലതും ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഈ വീട് വിട്ട് വരാൻ മാത്രം എന്നെ നിർബന്ധിക്കരുത്. നീ ഈ ചെയ്യുന്നത് ശരിയല്ല മോളെ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. മുത്തശ്ശിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. അതെന്നോർത്ത് മുത്തശ്ശി പേടിക്കണ്ട. മുത്തശ്ശി പറഞ്ഞ ആളിനെ ഞാൻ വിവാഹം കഴിച്ചോളാന്ന് വാക്ക് തന്നതല്ലേ? പിന്നെന്താ, അതല്ലേ മുത്തശ്ശിക്ക് വേണ്ടത്? പക്ഷെ ആ വിവാഹം വരെ ഞാൻ ഈ വീട് ഉപേക്ഷിച്ചിട്ട് വരില്ല. അതുവരെങ്കിലും ഞാനൊന്ന് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. നീ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല കാര്യങ്ങൾ മോളെ. നമ്മളായിട്ട് അത് വഷളാക്കാൻ അവസരങ്ങൾ കൊടുക്കരുത് ഗംഗേ. വേണ്ട മുത്തശ്ശി, എന്റെ മനസ്സ് മാറ്റി ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കണ്ട. ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങിയാലും ഇവിടെ നിന്നാലും എന്റെ മനസ്സിലെല്ലാം ഒരുപോലെ ആയിരിക്കും. പിന്നെ ആരോടാ മുത്തശ്ശി വാശി കാണിക്കുന്നത്? ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി വരുന്നതോടെ ഗംഗയുടെ മനസ്സ് മരിക്കും. പിന്നെ ജീവിക്കുന്നത് ജീവനില്ലാത്ത, സ്വപ്നങ്ങളില്ലാത്ത ജീവച്ഛവായ ഗംഗയായിരിക്കും. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? നീ എന്താ എന്നോട് വാശി തീർക്കുകയാണോ? എന്തിന്? എനിക്ക് വാശി എന്നോട് മാത്രം. ആഗ്രഹിക്കുന്ന ഒന്നും എനിക്ക് തരാതെ എന്നെ കളിയാക്കി ചിരിക്കുന്ന ആ ശക്തിയോട്. ഗംഗയെ തോൽപ്പിച്ച് എന്റെ മനസ്സിലെ കണ്ണീര് കണ്ട് സന്തോഷിക്കുന്നത് ആരായാലും അങ്ങനെ ചെയ്യട്ടെ. ഒരെതിർപ്പും പറയാതെ എല്ലാം അനുഭവിക്കാൻ നിന്ന് തരും ഞാൻ. പക്ഷെ ആ ദിവസം വരെ എന്നെ എന്റെ ഇഷ്ടത്തിന് വിടണം. മാളുവും മഹിയേട്ടനുള്ള ഈ വീട് എനിക്ക് ദേവാലയം പോലെയാ. അതിന്റെ സമാധാനം മറ്റാർക്കും മനസ്സിലാവില്ല. നീ എന്താ മോളെ ഈ മുത്തശ്ശിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ഒരിക്കലും ഇല്ല മുത്തശ്ശി. മുത്തശ്ശിയുടെ വാക്കിനെതിരായി ഞാനൊന്നും ചെയ്യില്ല. മുത്തശ്ശി പറഞ്ഞ ആളിനെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ എന്ന എന്റെ വാക്ക് എന്തൊക്കെ വന്നാലും ഞാൻ അനുസരിക്കും. പക്ഷേ മുത്തശ്ശി എന്നോട് അല്പം കരുണ കാണിക്കണം. അതുവരെ മാത്രം എന്നെ ഇവിടുന്ന് കൊണ്ടുപോകരുത്. അതെനിക്ക് സഹിക്കാനാവില്ല. ഗംഗേ, പക്ഷെ നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. എന്ത് പ്രശ്നം? അതൊക്കെ മുത്തശ്ശിയുടെ വെറും തോന്നല് മാത്രം. ഒന്നും ഉണ്ടാവില്ല. നിന്റെ ഈ വാശി ദോഷത്തിനാ മോളെ. ഇല്ല മുത്തശ്ശി, വിവാഹം കഴിയുന്നവരെങ്കിലും എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം. ഞാൻ മുത്തശ്ശിയുടെ കാല് പിടിക്കാം. മതിലേഖമിഴിച്ചാരി മറയുന്നതെന്തേ? ഒരു വാക്കു പറയാതെ അകലുന്നതെന്ത്? അനുയാത്ര തുടരാതെ മടങ്ങുന്നതെന്തേ? ദൂരെ ഏതോ വേനൽ കാട്ടിനുള്ളിൽ കാണാ പൂക്കടമ്പാ എനിക്ക് ഗംഗയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. നനയും തിരുനാളം പോലെ വെറുതെ എന്നിനവിൽ ഈ നിഴലോർമ്മകൾ ഒന്നും അറിയാത്തതെന്തേ? ഗംഗയിരുന്ന് സ്വപ്നം കാണുകയാണല്ലോ. മുത്തശ്ശി കല്യാണത്തിന് സമ്മതിച്ചു കാണും. അതാ ഗംഗ ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കാണുന്നത്. ഗംഗേ, ഒറ്റയ്ക്കിരുന്ന് സ്വപ്നം കാണുവാണോ? എന്നോട് എന്തോ എന്ന് പറയാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഗംഗ എന്താ പറയാൻ
വേണ്ടാന്ന് പറഞ്ഞതെന്ന് എനിക്കറിയാം. കല്യാണത്തിന്റെ കാര്യമല്ലേ? രണ്ടുപേരും കൂടി എന്നെ അറിയിക്കാതെ കല്യാണം കഴിക്കാൻ പോവാണല്ലേ? മുത്തശ്ശി കല്യാണത്തിന് സമ്മതിച്ച കാര്യം എന്നോട് രണ്ടുപേരും പറഞ്ഞില്ല. അച്ഛനെ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പൊ പിന്നെ മുത്തശ്ശി നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പോയി അച്ഛനെ കാണട്ടെ. അച്ഛനും എന്നോടൊന്നും പറയാതിരിക്കുക. രണ്ടുപേരുടെയും കള്ളത്തരം ഞാൻ ഇന്ന് പൊളിക്കുന്നുണ്ട്. നകുലിന് ഞാൻ വാക്ക് കൊടുത്തു. ഗംഗയും നകുലും തമ്മിലുള്ള വിവാഹം ഉടനെ നടക്കും. അച്ഛനെന്താ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്? ഗംഗയോട് ചോദിച്ചിട്ട് ഗംഗ ഒന്നും പറയുന്നില്ല. എനിക്ക് മനസ്സിലായി, രണ്ടുപേരും കൂടി എന്നെ അറിയിക്കാതെ കല്യാണം കഴിക്കാനുള്ള പ്ലാനാണല്ലേ? ഇത് ശരിയല്ല കേട്ടോ. ഞാൻ നിർബന്ധിച്ചിട്ടാ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറയാതെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലേ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അച്ഛൻ എന്താ ഒന്നും പറയാത്തത്? ഇഷ്ടം പറയുന്നതിന് മുമ്പ് വരെ രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കുമായിരുന്നല്ലോ. ഇപ്പൊ കല്യാണം കഴിക്കാൻ പോവാണെന്ന് അറിഞ്ഞതിന് ശേഷം അച്ഛനും മിണ്ടുന്നില്ല, ഗംഗയും മിണ്ടുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയത്? നാണോ? അയ്യേ, എന്തിനാ നാണിക്കുന്നേ? രണ്ടുപേരും നന്നായിട്ട് മിണ്ടേണ്ടത് ഇപ്പോഴല്ലേ. ഞാൻ ഗംഗയെ വിളിക്കാം. വേണ്ട മോളെ. വേണമല്ലോ മോനെ. ഇനി നിങ്ങളെ രണ്ടുപേരും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എനിക്ക് നല്ല ട്രീറ്റ് തരണം. ആദ്യം ഞാൻ ഗംഗയെ വിളിക്കട്ടെ. രണ്ടുപേരും മിണ്ടാതെ നടന്ന് എന്താ ഉദ്ദേശമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. മോളെ, വേഗം ഇങ്ങോട്ട് വന്നേ. വേണ്ട മോളെ, ഗംഗയെ വിളിക്കണ്ട. ഗംഗ വരട്ടെ അച്ഛാ. ഗംഗ വന്നല്ലോ. ഒന്ന് വേഗം നടന്ന് വാ ഗംഗേ. എന്താ മാളു? രണ്ടുപേരും എന്നെ പുറത്തു കൊണ്ടുപോയി ഐസ്ക്രീം വാങ്ങിത്തരണം. അതാണ് എനിക്ക് ഇപ്പൊ വേണ്ട ട്രീറ്റ്. നിങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടക്കാൻ വേണ്ട പരിപാടികളെല്ലാം ഞാനല്ലേ സെറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് ട്രീറ്റ് തരേണ്ടത് നിങ്ങളുടെ കടമയല്ലേ. എന്നെ കൊണ്ടുപോയി ഐസ്ക്രീം വാങ്ങി താ. വാ മാളു, വാ. മോളെ, ഈ സമയത്ത് ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പാടില്ല. അതെന്താ ഈ സമയത്ത് ഐസ്ക്രീം കഴിച്ചാ? വെറുതെ ഓരോ അസുഖങ്ങൾ വരും. അതുകൊണ്ടല്ലേ അച്ഛൻ പറയുന്നത്. ഇപ്പൊ വേണ്ട, നമുക്ക് പിന്നെ ഒരിക്കൽ പോവാം. അപ്പൊ പോകുമ്പോഴും അസുഖം വരില്ലേ? ഇപ്പൊ
ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ പോയി ഐസ്ക്രീം കഴിക്കുന്നത് എനിക്ക് മനസ്സിന് സന്തോഷമുള്ളതുകൊണ്ടാ. അതിനിത്തിരി അസുഖം വന്നാലും സാരമില്ല, മരുന്ന് കഴിക്കുമ്പോ അങ്ങ് മാറിക്കോളും. മാളു, അച്ഛൻ പറയുന്ന അനുസരിക്ക്. ഇപ്പൊ ഐസ്ക്രീം ഒന്നും കഴിക്കണ്ട, നമുക്ക് പിന്നൊരിക്കലും പോവാം. ഇതെന്താ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറയുന്നത്? കല്യാണം ഉറപ്പിച്ചപ്പോ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹമൊക്കെ കുറഞ്ഞോ? ഇനി രണ്ടുപേരും എന്നോട് മിണ്ടണ്ട, ഞാൻ പിണക്കോ? എന്റെ മാളുവിന് വേണ്ടത് ഗംഗയാ. ഗംഗ മഹിയേട്ടന്റെ ഭാര്യയാവണം. പാവം മഹിയേട്ടൻ എത്ര സന്തോഷവാനായിരുന്നു. ഗംഗ ഒരു എസ് പറഞ്ഞാൽ മഹിയേട്ടന്റെയും മാളുവിന്റെയും ജീവിതം മനോഹരാവും. എന്നെ ആർക്കും വേണ്ട. നോക്കിക്കോ, ഇനി ഞാൻ ആരോടും മിണ്ടൂല. എല്ലാരും എന്നെ പറ്റിക്കാൻ നോക്കുക. മാളു, എന്താ മോളെ ഇത്? എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? മഹി എന്നോട് മിണ്ടണ്ട. ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. നിങ്ങൾ ആരും എന്നോട് മിണ്ടാൻ വരണ്ട. ഞാൻ ആരോടും കൂട്ടില്ല. മാളു, നല്ല കുട്ടികൾ ഇങ്ങനെ വാശി പിടിക്കരുത്. ഞാൻ നല്ല കുട്ടിയല്ല, ചീത്ത കുട്ടിയാ. നിങ്ങളുടെ മോളല്ലേ, അപ്പൊ ചീത്ത കുട്ടിയായിരിക്കും. എന്റെ അമ്മയെ കൊന്നതും മഹിയല്ലേ? എന്താ മാളു ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛനെ വിഷമിപ്പിക്കരുത്. ഇങ്ങനെയൊന്നും സംസാരിക്കാനൊന്നും പാടില്ല. സംസാരിക്കും. നിങ്ങൾക്ക് എന്നെ വിഷമിപ്പിക്കാമെങ്കിൽ എനിക്ക് നിങ്ങളെ വിഷമിപ്പിക്കാം. എന്റെ ഒരാഗ്രഹം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും സാധിച്ചു തരാൻ വയ്യല്ലോ. മാളു, ഇപ്പൊ പുറത്തു പോകാൻ പറ്റിയ ഒരു അവസ്ഥയല്ല. അതുകൊണ്ടല്ലേ പിന്നെ പോവാന്ന് മഹിയേട്ടൻ പറഞ്ഞത്. മാളു എന്താ അത് മനസ്സിലാക്കാത്തെ? മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് ആർക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന കേക്കാത്തെ. എന്താ, എന്തു പറ്റി? എന്തിനു മാള് ബഹളം വയ്ക്കുന്നേ? എന്നെ
എന്നെ ഇപ്പൊ വെളിയിൽ കൊണ്ടുപോയിട്ട് ഐസ്ക്രീം വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വരുന്നില്ല. മോൾക്ക് ഇപ്പൊ ഐസ്ക്രീം കഴിക്കണമെങ്കിൽ ഞാൻ വാങ്ങിത്തരാം. ഓർഡർ ചെയ്താ അവരിവിടെ കൊണ്ടുതരും. എനിക്കത് വേണ്ട. എനിക്ക് ഇവരുടെ കൂടെ തന്നെ പുറത്തുപോയി കഴിക്കണം. ഇങ്ങനെ വാശി പിടിക്കില്ലേ മോളെ, എന്റെ കൂടെ വാ. ഞാൻ ഐസ്ക്രീമോ ഫലൂഡയോ എന്താന്ന് വെച്ചാ വാങ്ങിത്തരാം. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഇപ്പൊ മാളൂട്ടി എന്റെ കൂടെ വാ. വിട്. എങ്ങേ നീ എന്തായി കാണിക്കുന്നത്? എന്തിനാ ഈ സാരിയൊക്കെ എടുത്തത്? ഇത് ഗൗരിയുടെ വിവാഹ സാരിയാ. നീ എന്തിനാ അതൊക്കെ എടുക്കുന്നത്? സോറി മഹേട്ടാ, ഈ സാരി കണ്ടപ്പോ ഒരു കൗതുകം തോന്നി ഞാൻ എടുത്തതാ. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ആവർത്തിക്കില്ല. ഗൗരിയുടെ അതൊന്നും മറ്റാരും എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെല്ലാം എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് ഗംഗെ. അതുകൊണ്ടാ പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. സാരമില്ല, എനിക്കത് മനസ്സിലാവും. മഹേട്ടൻ ഗൗരി ചേച്ചിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ചേച്ചിയുടെ ഓരോ വസ്തുക്കളും മഹേട്ടൻ ഇത്രയും കരുതലോടെ സൂക്ഷിക്കുന്നതെന്നും എനിക്കറിയാം. അതെ ഗംഗെ, ഞാൻ ഗൗരി ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഗൗരിയും എന്നെ അതിലധികം സ്നേഹിച്ചിരുന്നു. ഞങ്ങൾ പരസ്പരം അത്രത്തോളം സ്നേഹിച്ചിരുന്നവരായതുകൊണ്ടാവും ഈശ്വരൻ ഞങ്ങളെ പെട്ടെന്ന് വേർപെടുത്തിയത്. ആർക്കും അസൂയ തോന്നുന്ന ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. ഗൗരി ചേച്ചിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് മഹേട്ടാ.
പക്ഷെ ഞാൻ ചോദിക്കുമ്പോഴെല്ലാം ഗൗരി ചേച്ചിയെക്കുറിച്ച് സംസാരിക്കാനാവാതെ മഹേട്ടൻ ഒഴിഞ്ഞു മാറാറാ പതിവ്. അതുകൊണ്ട് ചോദിക്കാനും എനിക്കൊരു മടിയാ. ഗൗരിയുടെ ഓർമ്മകളെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും അവളില്ല എന്നൊരു തിരിച്ചറിവ് തരുന്നത് മനസ്സിലൊരു 1000 മുള്ളു തറയ്ക്കുന്ന വേദനയാണ് ഗംഗ. വേണ്ട മഹേട്ട, ഞാനൊന്നും ചോദിച്ചില്ല എന്ന് കരുതിയാൽ മതി. മഹേട്ടന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്കൊരിക്കലും ആഗ്രഹമില്ല. ഗംഗെ, അതൊന്നും സാരമില്ല. നീ എത്രയോ പ്രാവശ്യം ഈ കാര്യം എന്നോട് ചോദിച്ചു. ഇനിയും ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ല. ഗൗരിയില്ല എന്നുള്ള സത്യം ഞാൻ എന്നേ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞതാ. ആദ്യമൊക്കെ അത് അംഗീകരിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഗൗരിയോടൊപ്പം എത്താനായി ജീവിതം അവസാനിപ്പിച്ചാലെന്ന് വരെ ഞാൻ ചിന്തിച്ചതാ. പക്ഷേ അപ്പോഴെല്ലാം എൻ്റെ മാളുവിൻ്റെ മുഖം അതിന് തടസ്സമായിട്ട് നിന്നു.